Hi friends, welcome back to our channel Salt and Pepper. അപ്പോൾ നമുക്ക് ഇന്ന് നല്ല ഒരു എംബ്രോയിഡറി പഠിച്ചാലോ. ഇത് നിങ്ങൾക്ക് ടോപ്പിലോ അല്ലെങ്കിൽ കുർത്തിയിലോ നിങ്ങളുടെ ഡ്രസ്സസിലോ കുഞ്ഞുങ്ങളുടെ ഉടുപ്പിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി ആണ്. ഇനി നിങ്ങൾക്ക് അതേലും ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് കുഷ്യൻസ് ചെയ്യണമല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സാരിയുടെ ഫ്രണ്ട് പാർട്സിലൊക്കെ ചെയ്യണമെങ്കിൽ സൂപ്പറായിട്ട് ചെയ്യാവുന്ന ഒരു നല്ല ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി ആയിരിക്കും നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നോക്കിയിരുന്നേ, ക്വിക്ക് ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം നല്ലൊരു വട്ടം വരയ്ക്കുക, ഒരു കോമ്പസിൽ വട്ടം വരയ്ക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലാസ്സോ കപ്പോ എന്തെങ്കിലും ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കുക. നിങ്ങൾക്ക് അറിയാമല്ലോ, ഇങ്ങനെ വരച്ചെടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടമാണ് എത്ര വലുപ്പത്തിൽ ഇത് വരച്ചെടുക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വട്ടം വരയ്ക്കുന്നു. ഞാനൊരു കപ്പ് വെച്ചിട്ടാണ് ഇതിനെ വരച്ചേക്കുന്നത്. അതിനുശേഷം ഇത് കണ്ടോ, ഇതൊക്കെ ലീഫായിട്ട് ഒരു ചെറുതായിട്ട് നമ്മളൊന്ന് ഒരു പെൻസിലോടൊന്ന് വരയ്ക്കുകയാണ്. നമുക്കൊരു ഐഡിയ കിട്ടും ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. കണ്ടോ, ഇതുപോലെ വരയ്ക്കുക. വീണ്ടും ഇങ്ങോട്ടൊരു തയ്യൽ വരാനുള്ളതാണ്. അതുകൊണ്ട് വീണ്ടും ഇതൊക്കെ ലീഫുകളായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇതുപോലെ നമുക്ക് മുഴുവൻ ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഏത് ആംഗിളാണ് നിങ്ങൾക്ക് ലീഫ് വേണ്ടെന്ന് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇത്ര വരെ മനസ്സിലായി എന്നാണ്. വളരെ ഈസി, പക്ഷെ ചെയ്തു വരുമ്പോൾ ഇന്ന രസമായിരിക്കും എന്നറിയാമോ. നോക്കിയിരുന്നോണം കേട്ടോ. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള എംബ്രോയിഡറിയാണ്, ആർക്കും ചെയ്യാവുന്നതല്ലേ. എന്തായാലും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പെൻസിൽ കൊണ്ട് ഈ വട്ടം മുഴുവൻ ഇതുപോലെ വരച്ചു. അപ്പോൾ ഇതാണ് ഞാൻ ഇട്ടേക്കുന്ന ഒരു പ്ലാന്. അതിനുശേഷം 2 ലെയറിലാണ് ഞാൻ ഈ എംബ്രോയിഡറി നൂല് എടുത്തേക്കുന്നത്. കണ്ടോ, അപ്പോൾ നമുക്ക് നല്ല തിക്കായിട്ടുള്ള ലീഫ് കിട്ടും. നിങ്ങൾക്ക് ഇനി തിന്നായിട്ടുള്ള ലീഫ് മതിയെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്താൽ മതി. ആദ്യം നിങ്ങൾ തുണി ഫ്രെയിമേൽ ഉറപ്പിച്ച് കൊടുക്കുക, അതിനുശേഷം വരയ്ക്കുക. അതിനുശേഷം ഇത് കണ്ടോ എടുത്തു. എന്നിട്ട് വളരെ ഈസിയാണ്. കണ്ടോ, നമ്മൾ ഡെയ്സി ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ. വളരെ സിമ്പിളായിട്ടുള്ള എംബ്രോയിഡറി ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, പക്ഷേ ഇത് നല്ല ഭംഗിയായിരിക്കും. ഒരു തത്തപ്പച്ച നൂലെടുത്തേക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതിനെ കാണാൻ നല്ല രസമായിട്ട് എനിക്ക് തോന്നുന്നല്ലേ. എന്നിട്ട് കണ്ടോ, അത്ര മനസ്സിലായല്ലോ. എന്നിട്ട് നമ്മൾ വീണ്ടും ഒന്നുകൂടെ ഇവിടെ കുത്തി കൊടുത്തിട്ട് കണ്ടോ, എന്നിട്ട് നമ്മൾ ഇവിടെ കുത്തുന്നു. കണ്ടല്ലോ. എന്നിട്ട് എന്താ ചെയ്യുന്നത്, ഇങ്ങോട്ടല്ലേ ഇനി അടുത്ത ലീഫ് വരുന്നത്. ആ ലീഫിന് നിങ്ങളുടെ വലുപ്പം എത്രമാത്രം വേണമെന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക കേട്ടോ. കണ്ടോ, അങ്ങനെ കുത്തിയെടുത്തതിന് ശേഷം വീണ്ടും ഈ എടുത്ത പോയിന്റില്ലേ, അതിൻ്റെ ടിപ്പ്, ആ ടിപ്പിലേക്ക് നമ്മൾ ഡയറക്റ്റ് ചെയ്യുക. നോക്കിക്കേ, ഇതിൻ്റെ ടിപ്പിലേക്ക് നമ്മൾ ഡയറക്ഷൻ കൊടുക്കുന്നു. വീണ്ടും ഡെയ്സി കുഞ്ഞിനെ വരച്ചെടുക്കുന്നത്. കണ്ടോ, എന്നിട്ട് അവിടെ നമ്മൾ കുത്തുന്നു. അതിൻ്റെ സൂചി താഴേക്ക് ഇറങ്ങി അതിനെ ഫിക്സ് ചെയ്തു. കണ്ടോ, എന്നിട്ട് നമ്മൾ എന്നാ എടുക്കും, കണ്ടോ, ഇത് നമ്മൾ ഇവിടെ ഇറക്കും. കണ്ടോ, എന്നിട്ട് നമ്മൾ ഇവിടെ കുത്തി. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ അതിൻ്റെ ടിപ്പിലേക്ക്, കണ്ടോ, അതിൻ്റെ ടിപ്പിലേക്ക് കുത്തിയിട്ട് വീണ്ടും ഡെയ്സിയെ ഉണ്ടാക്കും. ഈ ഡെയ്സി ഉണ്ടാക്കാന്ന് വെച്ചാൽ അതിനെ നമുക്ക് ലീഫായിട്ടാണ് നമ്മളതിനെ എടുക്കുന്നത്. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ, ലീഫായിട്ട് അതവിടെ വന്ന് വീണു. എന്നിട്ട് നമ്മൾ വീണ്ടും ഇതിനെ ഇങ്ങനെ കുത്തിയെടുത്തിട്ട് കണ്ടല്ലോ, വീണ്ടും നമ്മൾ ഇവിടുന്ന് വീണ്ടും ഇവിടെ ഇറക്കുന്നു. നിങ്ങൾ കുറച്ച് പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ നിങ്ങൾ ഓർക്കുക, എന്നാൽ പിന്നെ ഇതിനെ ഇച്ചിരി കൊണ്ട് മാറ്റി കുത്തിയേക്കാം, ഇങ്ങനെ ചെയ്തേക്കാം, അങ്ങനെ ചെയ്തേക്കാം എന്നൊക്കെ തോന്നും നിങ്ങൾക്ക് പ്രാക്ടീസ്. ഇങ്ങനെയൊക്കെ വേണേലും എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിരിക്കും, പണികൾ വളരെ കുറയും. കണ്ടോ, എന്നിട്ട് നമ്മൾ എന്നാ എടുക്കും, ഇവിടെ നിങ്ങോട്ട് ലീഫിനെ അതിൻ്റെ അറ്റത്തേക്ക്, മറന്നുപോലെ ഇതിൻ്റെ അറ്റത്തേക്കാണ് നമ്മൾ ലീഫിനെ തയ്ച്ചു കൊടുക്കുന്നത്. കണ്ടോ, മനസ്സിലാവുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്ന് ഞാൻ കരുതുന്നു. വളരെ ഈസി ആയിട്ട് തോന്നില്ല എല്ലാവർക്കും. ഞാൻ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. ഞാൻ കുറേ അങ്ങ് തയ്ച്ചെത്താറാകുമ്പോൾ ഞാൻ നിങ്ങളെ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾ മറന്നു പോയിരിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർത്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എംബ്രോയിഡറി ഏകദേശം ഒക്കെ തീരാറായി വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ കണ്ടോ, എന്നെ എളുപ്പമാണ്. നോക്കിയേ, കാണാൻ നല്ല ഭംഗിയില്ലേ. ഇതെല്ലാവർക്കും ചെയ്യാവുന്നൊരു കാര്യമല്ലേ, ഭയങ്കര ഈസിയാണ്, ആർക്കും ചെയ്തെടുക്കാം. നമ്മുടെ തുണിയെ ചെയ്യുമ്പോൾ നമ്മൾ ഒന്നുകൂടെ കെയർഫുൾ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാനൊരു റഫ് തുണിയെ നിങ്ങളെ ജസ്റ്റ് ഒരു മോഡലിന് വേണ്ടി മാത്രമാണ് കാണിച്ചു തരുന്നത്.
അതുകൊണ്ട് ഞാൻ സ്പീഡിൽ തയ്ക്കുന്നു എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇത് വളരെ ഈസിയാണ്. നോക്കിക്കേ എന്നാ നേരം എടുക്കുന്നതെന്ന് നോക്കി ഇതൊക്കെ തയ്ക്കാൻ. ഒട്ടും നേരം വേണ്ട, മിനിറ്റ്സുകൾ മാത്രം മതി ഇത്ര ഒന്ന് തയ്ച്ചെടുക്കുവാൻ വേണ്ടി. കണ്ടോ, നമ്മൾ ഏകദേശം തീർന്നു. ഇനി ഇതിൽ ഒരു കൊച്ചു വർക്ക് കൂടെ ഞാൻ ചെയ്യാൻ പോവാണ്. നിങ്ങൾക്കിത് കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഇത് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇതിലധികം ഒന്നും ചെയ്യാത്ത. നിങ്ങൾക്ക് റൈൻ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കാം, കുഞ്ഞു വർക്കുകൾ ചെയ്ത് കൊടുക്കാം, കുഞ്ഞു ബീഡ്സോ എന്താണെന്ന് വെച്ചാൽ സീക്വൻസോ ഒക്കെ എൻ്റെ ഇടയ്ക്കിടയ്ക്ക് വർക്കിനിടയ്ക്ക് ചെയ്ത് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ കാണാൻ. ചെയ്യണം. ഇപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ല. അത് കാണാൻ വേണ്ടി അവസാനം ഞാൻ 1-2 സ്റ്റിച്ച് കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇനി ആർക്കെങ്കിലും മറവി സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇത് വളരെ പ്രയോജനപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. കണ്ടല്ലോ, നമ്മൾ ലാസ്റ്റ് ബിറ്റിലേക്ക് ഇപ്പം കടക്കുകയാണ്. അപ്പം നമ്മൾ ഒരു ഇല കൊണ്ട് തന്നെ ആണ് ഈ വട്ടം ഉണ്ടാക്കിയേക്കുന്നത്. കണ്ടല്ലോ, നമ്മളൊരു കാര്യം ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. ഞാൻ തീർക്കുക. അവസാനം നമുക്കിതിനെ സെക്യൂറായിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഈ വർക്ക് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് ഒരു 3-4 ഫ്ലവേഴ്സ് ഇതിലൊന്ന് ചെയ്ത് കൊടുക്കാൻ പോവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ സൈഡിലും നിങ്ങൾ ഡിസൈഡ് ചെയ്ത് പൂക്കൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഈ പൂക്കളെ ഇതിനകത്ത് പിടിപ്പിക്കാൻ പറ്റും. ഞാൻ എന്തായാലും ഈ ഭാഗത്ത് മാത്രമായിട്ട് ഒരു സൈഡിൽ മാത്രമായിട്ട് ഒരു ഡെയ്സി ഫ്ലവറിനെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അത് വേറൊരു കളറിലെ ഫ്ലവർ കൊണ്ടാണ് ഞാൻ ചെയ്തെടുക്കാൻ പോകുന്നത്. നിങ്ങളും നിങ്ങളുടെ ഇഷ്ടത്തിന് ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഫ്ലവർ ചെയ്തെടുക്കുക. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. എന്തായാലും ഞാൻ ഒരു 2-3 ഫ്ലവർ ഈ ഭാഗത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ കളറാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ നൂല് സൂചിയും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് തയ്ച്ചു തുടങ്ങാം. ഞാൻ ഓൾറെഡി വരച്ചിട്ടുണ്ട് 2 ഫ്ലവർ. എന്തായാലും നമുക്കൊന്ന് തയ്ച്ചു തുടങ്ങാം. ഇതാ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഇവിടുന്ന് കുത്തി. കണ്ടല്ലോ, ഡെയ്സി ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ അറിയാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവിടെ വന്നിട്ട് തല്ല് വെച്ച് തരും കേട്ടോ. എല്ലാവർക്കും ഒത്തിരി പ്രാവശ്യം ഞാൻ പഠിപ്പിച്ചു തന്ന കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും പഠിച്ചിട്ടില്ലേ നമ്മുടെ കുഞ്ഞ് ഡെയ്സി ഫ്ലവർ? അവളെ എല്ലാവർക്കും അറിയാം. ഇത്ര സുന്ദരിയായ ഒരു ഫ്ലവറിനെ ഇനി കണ്ടു കിട്ടണമെങ്കിൽ എന്തൊരു പാടാ. അതെന്നെ എളുപ്പമാണ്. ഇതാ കണ്ടല്ലോ. ഇനി വീണ്ടും നമ്മൾ പൂവിൻ്റെ വലിപ്പം ഒക്കെ നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് എത്രമാത്രം വലിപ്പമുള്ള ഫ്ലവർ ഉണ്ടാക്കണമെന്നൊക്കെ നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക. കേട്ടോ, നമ്മളിപ്പം ഫ്ലവേഴ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. നിങ്ങൾക്ക് കാണാമല്ലോ എത്ര ഈസിയാന്ന് നോക്കിക്കേ. കേട്ടോ, വളരെ ഈസിയാണ്. എല്ലാവരും ചെയ്ത് നോക്കണമെന്ന് ഞാൻ ആദ്യം തൊട്ടേ പറയുന്നുണ്ട്. ഇതാ ഇനി പോരാത്തകൾ കൂടിപ്പോയെന്ന് ഓർത്ത് ഒരു പ്രശ്നമില്ല. നിങ്ങളുടെ ഉടുപ്പാണ്. ആരും നിങ്ങളവിടെ വന്ന് തല്ലത്തില്ല കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ തയ്ച്ചോ. ഒരു പെറ്റൽ കൂടിപ്പോയി ഒരു പെറ്റൽ കുറഞ്ഞു പോയി എന്നൊന്നും ആരും ചോദിക്കത്തില്ല. ഇഷ്ടമുള്ള തയ്ച്ച് ഭംഗിയാക്കി എടുക്കുക. ഇതാ അപ്പോൾ നമ്മുടെ ഒരു ഫ്ലവർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടല്ലോ കേട്ടോ. മൂന്നാമത്തെ ഫ്ലവർ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുവാണ്. ഈ ഇലകളുടെ മുകളിൽ കൂടെയാണ് നമ്മൾ മൂന്നാമത്തെ ഫ്ലവർ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് ഇനി ഇല നിൽക്കുന്നത് ഞാൻ എങ്ങോട്ട് തയ്ക്കും എന്നോർത്ത് ഡൗട്ട് അടിച്ച് നിൽക്കണ്ട. നമ്മൾ ഇലയുടെ മുകളിൽ കൂടിയാണ് തയ്ക്കുന്നത്. അങ്ങനെ തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് ഇലകളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നതായിട്ടൊക്കെ ഉള്ളൊരു ഫീലും ഒക്കെ ആയിട്ട് കിട്ടും കേട്ടോ. ഓക്കെ, നമ്മൾ ഇതിനകത്ത് ഫ്ലവേഴ്സ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഒരു ഫ്ലവറൂടെ പിടിപ്പിക്കണമെങ്കിൽ ഇവിടെ ഫ്ലവർ ചെയ്ത് കൊടുക്കാം. എന്തായാലും ഞാൻ ഈ 3 എണ്ണത്തെ നിർത്താം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എംബ്രോയ്ഡറി ഞാനിവിടെ ഫിനിഷ് ചെയ്യുകയാണ്. ഇവിടെ ഒരു പൂവുണ്ടെങ്കിൽ ഭംഗിയായിരുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇത്രയും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ജസ്റ്റ് ഒരു ഐഡിയ തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ എംബ്രോയ്ഡറി ഇപ്പം ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് തന്നെ ഞാൻ കരുതട്ടെ. എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വീണ്ടും ഉടനെ തന്നെ നല്ലൊരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.